കിട്ടുണ്ണിയും കിങ്ങിണിയും കഥ. കിട്ടുണ്ണി നാട്ടുകാർക്കും എല്ലാവർക്കും വളരെ വേണ്ടപ്പെട്ടവനാണ്. ആർക്കും എപ്പോഴും എന്ത് സഹായം ചെയ്തു കൊടുക്കുവാൻ കിട്ടുണ്ണി തയ്യാറുമാണ്. അതുകൊണ്ട് തന്നെ കിട്ടുണ്ണി എല്ലാവർക്കും വളരെ വേണ്ടപ്പെട്ടവനാണ്. എന്നാൽ കിട്ടുണ്ണിക്ക് ആരുമില്ലായിരുന്നു. അവൻ ആകെ കൂട്ടിനുള്ളത് അവൻ കിങ്ങിണി എന്ന് വിളിക്കുന്ന ഒരു പശു മാത്രമാണ്. അതിനെക്കുറിച്ച് പറയുമ്പോഴൊക്കെ കിട്ടുണ്ണിക്ക് 100 നാവാണ്. കിട്ടുണ്ണി പറയുന്നത് കേട്ടാൽ തോന്നും കിങ്ങിണി കിട്ടുണ്ണിയുടെ അടുത്ത ബന്ധുവോ മറ്റോ ആണെന്ന്. ഒരു കണക്കിൽ പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ആയിരുന്നു. കിങ്ങിണി എവിടെയാണോ അവിടെയൊക്കെ കിട്ടുണ്ണിയും ഉണ്ടാവും. നേരം വെളുത്താൽ കിങ്ങിണിയെ മേയാൻ കിട്ടുണ്ണി അടുത്ത മൈതാനത്തേക്ക് വിടും. കിങ്ങിണി അവിടെ പോയി കഴിഞ്ഞാൽ തനിയെ തന്നെ കിട്ടുണ്ണിയുടെ അടുത്തേക്ക് തിരികെ എത്താറുണ്ട്. ഒരു ദിവസം കിങ്ങിണി തിരികെ എത്താത്തതിനാൽ കിട്ടുണ്ണി ആകെ വിഷമിച്ചു. കിങ്ങിണി കിങ്ങിണി എന്ന് അവൻ നേരെ അവനെ വിളിച്ചിട്ടും പ്രതികരണം ഉണ്ടാകാത്തതിനാൽ അവൻ മൈതാനത്തേക്ക് ഒന്ന് പോയി നോക്കാം എന്ന് കരുതി. അപ്പോഴേക്കും ദാ വരുന്ന കിങ്ങിണി മൈതാനത്ത് നിന്ന് ഓടിയെത്തിയ കിങ്ങിണിയുടെ വായിൽ ഒരു കുഞ്ഞാമ്പ് ഉണ്ടായിരുന്നു. കിട്ടുണ്ണിയെ കണ്ടതും ഓടിയെത്തിയ കിങ്ങിണിയുടെ വരവ് കിട്ടുണ്ണിയുടെ അടുത്ത് അവസാനിച്ചു. അവൻ അതിനെ സ്നേഹത്തോടെ തലോടി. അത് കിട്ടുണ്ണിയുടെ അരികിലേക്ക് തല തിരിച്ചു വെച്ച് കണ്ണുകൾ അടക്കുകയും തുറക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. അത്രയും ബന്ധമായിരുന്നു അവർ തമ്മിൽ. അങ്ങനെ ഇരിക്കെ ഒരു നാൾ കിട്ടുണ്ണി അകലെയുള്ള ഒരു കർഷകനിൽ നിന്നും ഒരു തുക കടമായി വാങ്ങിയിരുന്നു. ആ തുക തിരികെ വീട്ടാൻ നിവൃത്തിയില്ലാത്തതിനാൽ കിട്ടുണ്ണി ആകെ വിഷമിച്ചു. പണമില്ലെങ്കിൽ പശുവിനെ തന്നാൽ മതി എന്നായി കർഷകൻ. ഒടുവിൽ നിവൃത്തിയില്ലാതെ തന്റെ സർവസ്വമായിരുന്ന കിങ്ങിണി പശുവിനെ കർഷകന് നൽകേണ്ടി വന്നു പാവം കിട്ടുണ്ണിക്ക്. കിങ്ങിണിയെ കൊണ്ടുപോകുന്നത് നോക്കി അത് ദൂരെ മറയുന്നതുവരെ അയാൾ കരഞ്ഞുകൊണ്ട് തകർന്ന മനസ്സോടെ അതിനെ തന്നെ നോക്കിക്കൊണ്ടേയിരുന്നു. നാളുകൾ ഏറെ കടന്നുപോയി. പക്ഷേ കിട്ടുണ്ണിക്ക് ആരും കൂട്ടായി ഉണ്ടായിരുന്നുമില്ല. കിങ്ങിണി ഉണ്ടായിരുന്നപ്പോഴാവട്ടെ കിട്ടുണ്ണി ഏറെ സന്തോഷവാനുമായിരുന്നു. വിരസത നിറഞ്ഞ ദിനങ്ങൾ കടന്നുപോയെങ്കിലും കിങ്ങിണിയെ എങ്ങനെയെങ്കിലും തിരികെ വാങ്ങണം എന്ന് തന്നെ കിട്ടുണ്ണി തീരുമാനിച്ചുറപ്പിച്ചു. അതിനായി അയാൾ ദൂരെയുള്ള കൃഷിക്കാരനെ സമീപിച്ചു. അയ്യോ, ഞാനതിനെ എൻ്റെ ഒരു ബന്ധുവിന് കൊടുത്തുവല്ലോ. അവരുടെ വീട് അകലെയുള്ള ആ ഗ്രാമത്തിലാണ്. മലമുകളിലുള്ള ഗ്രാമത്തിലേക്ക് വിരൽ ചൂണ്ടി നിസ്സഹായനായി അയാൾ കിട്ടുണ്ണിയോട് പറഞ്ഞു. എന്തായാലും കിങ്ങിണിയെ എങ്ങനെയും കണ്ടുപിടിക്കണം എന്ന് തന്നെ കിട്ടുണ്ണി തീരുമാനിച്ചു. അയാൾ അതിശീഘ്രം അകലെയുള്ള ഗ്രാമം ലക്ഷ്യമാക്കി നടന്ന് അയാൾ ഒരു മലഞ്ചെരുവിലെത്തി. അവിടെ അതാ തൻ്റെ കിങ്ങിണി പശു നിൽക്കുന്നത് അയാൾ കണ്ടു. അതിനെ കണ്ടതും പരിസരം മറന്ന് അയാൾ അതിനടുത്തേക്ക് പതിച്ചു. ഓടിച്ചെന്ന് അതിനെ വാരിപ്പളർന്നു. കിങ്ങിണി ആവട്ടെ തൻ്റെ പഴയ യജമാനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. അത് അയാളെ സ്നേഹം കൊണ്ട് നക്കുകയും കണ്ണുകൾ തുറക്കുകയും അടയ്ക്കുകയും ചെവികൾ അനക്കി സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു. വേറെ പറഞ്ഞ കിങ്ങിണിയുടെ പുതിയ ഉടമസ്ഥനായ കർഷകൻ നിറഞ്ഞ മനസ്സോടെ കിങ്ങിണിയെ തിരികെ അതിൻ്റെ പഴയ യജമാനായ കിട്ടുണ്ണിക്ക് തന്നെ നൽകി. വളരെയേറെ സന്തോഷത്തോടെ കിങ്ങിണിയെയും കൂട്ടി കിട്ടുണ്ണി തൻ്റെ വീട്ടിലേക്ക് യാത്രയായി. അവർ അവിടെ ഏറെ നാൾ വളരെ സന്തോഷത്തോടെ ജീവിച്ചു. കഥ ഇഷ്ടമായ കൂട്ടുകാരെ, ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നു.